ഹലോ, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസാണ്. അതുപോലെ തന്നെ ഇതിന് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് പൊട്ടറ്റോ റൈസാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പൊട്ടറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചെയ്തത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ ഒന്ന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ ബസ്മതി റൈസൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് രാവിലെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എരിവ് കുറച്ചാണ് ചെയ്തേക്കുന്നത്. എൻ്റെ മക്കൾക്ക് എരിവ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായി കുറച്ചും കൂടി അത്യാവശ്യമായിട്ട് ഒരു 1/2 മുതൽ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ നേരത്തെ കട്ട് ചെയ്തേക്കുന്ന ഒരു പൊട്ടറ്റോ ആണിത്. കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഈ എണ്ണയിലൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേവാൻ വേണ്ടി മാത്രം 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവാൻ വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം കനം കുറച്ചാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. കൈകൊണ്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ. കുറച്ച് ഓയിലും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബസ്മതി റൈസാണ്. അത് നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. റൈസ് നേരത്തെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ നമുക്ക് ഇതിനുള്ള ബുദ്ധിമുട്ടൊന്നും കാണില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിന് ഒട്ടും തന്നെ കറിയുടെ ആവശ്യവും വരുന്നില്ല. ഒരു പപ്പടവും മറ്റോ വെച്ച് കൊടുത്താൽ മതി കുട്ടികൾക്ക്. അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നമുക്ക് പപ്പടവും മറ്റോ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിയാനില്ല, ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ദമ്മ് ചെയ്യുന്നൊക്കെ പോലെ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ടേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടതിൻ്റെ ലഞ്ച് ബോക്സിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്